പ്രവാസ ലോകത്തെ വാർത്തകൾ. ജർമ്മനി കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നു. 3 വർഷം ജർമ്മനിയിൽ താമസിച്ചാൽ കുടിയേറ്റക്കാർക്ക് ഇനി പൗരത്വം ലഭിക്കില്ല. ക്രമരഹിത കുടിയേറ്റം കുറയ്ക്കുകയാണ് ലക്ഷ്യം. മെയ് 28-ന് ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ സർക്കാർ അംഗീകരിച്ച പുതിയ മാറ്റങ്ങൾ ക്രമരഹിതമായ കുടിയേറ്റം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിടുന്നു. കുടിയേറ്റക്കാർക്ക് വെറും 3 വർഷത്തെ താമസത്തിന് ശേഷം ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ നിർത്തലാക്കിയിരിക്കുന്നു. എല്ലാ അപേക്ഷകരും ഇപ്പോൾ കുറഞ്ഞത് 5 വർഷത്തെ നിയമപരമായ റെസിഡൻസി പൂർത്തിയാക്കണം. B1 ലെവലിൽ ജർമ്മൻ ഭാഷാ പ്രാവീണ്യം നേടണം. സാമ്പത്തിക സ്വയം പര്യാപ്തത പ്രകടിപ്പിക്കണം. നേരത്തെയുള്ള ഫാസ്റ്റ് ട്രാക്ക് വ്യവസ്ഥ പ്രകാരം C1 ലെവൽ ഭാഷാ വൈദഗ്ധ്യവും കമ്മ്യൂണിറ്റി സംഭാവനയുടെ റെക്കോർഡും ഉള്ളവർക്ക് 3 വർഷത്തിനുള്ളിൽ പൗരത്വം ലഭിച്ചിരുന്നു. പൗരത്വത്തിലേക്കുള്ള കൂടുതൽ ഏകീകൃത പാത സൃഷ്ടിക്കുക എന്നതാണ് ഈ മാറ്റത്തിന്റെ ഉദ്ദേശമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മറ്റൊരു പ്രധാന നടപടി വ്യക്തികളുടെ കുടുംബ പുനരേകീകരണ അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുക എന്നതാണ്. അടുത്ത 2 വർഷത്തേക്ക് ഈ കുടിയേറ്റക്കാർക്ക് ജീവിത പങ്കാളി, കുട്ടികൾ തുടങ്ങിയ അടുത്ത കുടുംബാംഗങ്ങളെ ജർമ്മനിയിൽ തങ്ങളോടൊപ്പം കൊണ്ടുവരാൻ അനുവാദമില്ല. ഈ നടപടി 3,80,000 ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇതുവരെ ജർമ്മനി ഈ വിഭാഗത്തിൽ പ്രതിവർഷം ഏകദേശം 12,000 കുടുംബ വിസകൾ നൽകിയിട്ടുണ്ട്. നിരവധി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മൈഗ്രേഷൻ വിദഗ്ധരും ഈ നയത്തെ വിമർശിച്ചു. കുടിയേറ്റക്കാർക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2024-ൽ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 1.58 ദശലക്ഷത്തിലെത്തി. ഏറ്റവും കൂടുതൽ വിദേശികൾ ഇന്ത്യയിൽ നിന്നായിരുന്നെന്നും റിപ്പോർട്ട്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹം ഇന്ത്യക്കാരായിരുന്നു. മൊത്തം വിദേശ വിദ്യാർത്ഥി ജനസംഖ്യയുടെ ഏകദേശം 27% ഇന്ത്യക്കാരായിരുന്നു. 2024-ൽ 4,20,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തി. 2023-നെ അപേക്ഷിച്ച് 11.8% വർധനവ്. ഇത് US-ലെ മൊത്തത്തിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം 1.58 ദശലക്ഷമായി ഉയർത്താൻ സഹായിച്ചു. F1 അക്കാദമിക്, M1 വൊക്കേഷണൽ വിസ ഉടമകളെ ട്രാക്ക് ചെയ്യാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഡേറ്റ വരുന്നത്. ഏകദേശം 1.1 ദശലക്ഷം വിദ്യാർത്ഥികളാണ് ഏഷ്യയിൽ നിന്ന് അമേരിക്കയിൽ പഠനത്തിനെത്തിയത്. അതായത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ 72% വരും ഇത്. അതേസമയം 2025-ലെ പുതിയ ഡാറ്റ വിദേശ വിദ്യാർത്ഥി വരവിൽ കുത്തനെ ഇടിവ് കാണിക്കുന്നു. വിദ്യാർത്ഥി വിസ നിരസിക്കൽ കൂടിയതാണ് ഈ ഇടിവിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കേടുപാടുകൾ വന്ന UAE ദിർഹം നോട്ടുകൾക്ക് ഇനി നഷ്ടപരിഹാരം ലഭിക്കും. UAE സെൻട്രൽ ബാങ്ക് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കി. കീറിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ നോട്ടുകളാണെങ്കിൽ UAE സെൻട്രൽ ബാങ്ക് നഷ്ടപരിഹാരം നൽകും. കൂടാതെ നഷ്ടപരിഹാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് നോട്ടിന്റെ കേടുപാടുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്നും ബാങ്ക് അറിയിച്ചു. നോട്ടിന്റെ അവസ്ഥ പരിശോധന ശേഷം മാത്രമേ നഷ്ടപരിഹാരം അനുവദിക്കൂ എന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക യഥാർത്ഥ നോട്ടിൽ എത്രത്തോളം അവശേഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ നിയമങ്ങൾ സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിക്കുന്ന ബാങ്ക് നോട്ടുകൾക്ക് കർശനമായി ബാധകമാണെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകൾ പ്രദർശിപ്പിക്കുന്നതിന് നിയന്ത്രണം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകളും വിഭാഗീയ ചിഹ്നങ്ങളും പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന 2025-ലെ നിയമ ഭേദഗതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമപ്രകാരം കുവൈറ്റിൽ വിദേശ പതാകകൾ ഉയർത്തുന്നത് പൊതുവെ നിരോധിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പൊതുപ്രദർശനങ്ങൾ, ആഘോഷങ്ങൾ, അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വിദേശ പതാകകൾ ഉയർത്താൻ അനുവദനീയമല്ല. വിദേശ രാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. നിയമലംഘകർക്ക് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 1000 ദിനാർ മുതൽ 2000 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യ ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഹജ്ജ് മന്ത്രാലയം. ഹജ്ജ് സീസണുമായി ബന്ധപ്പെട്ട താൽക്കാലിക നിയന്ത്രണങ്ങൾ മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു.
ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ തെറ്റാണ്. സൗദി സർക്കാർ ഈ വിഷയത്തിൽ ഒരറിയിപ്പും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. തിരക്കൊഴിവാക്കുന്നതിന് ഹ്രസ്വകാല വിസകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു. ഹജ്ജ് അവസാനിക്കുന്നതോടെ അവസാനിക്കുന്ന ഒരു സാധാരണ നടപടി മാത്രമാണിതെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ തീർത്ഥാടകരും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ ആത്മീയ പരിസമാപ്തിയായ വുഖൂഫ് ഇ അറാഫത്ത് നിർവഹിക്കുന്നതിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കുചേർന്നു എന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.